നെന്മാറ ചാത്തമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ക്യാമ്പ് നടത്തി. സമാപന സമ്മേളനം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോട്ടം നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ അറിവ് നേടിക്കൊണ്ട് കൂടുതൽ ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വരുന്നുണ്ടെങ്കിലും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മളെ പല രീതിയിൽ വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ പരിസരവും നമ്മുടെ വിദ്യാലയവും അതുപോലെ തന്നെ വിദ്യാലയത്തിലുള്ള അധ്യാപകരും PTA കമ്മിറ്റിയും മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസപരമായി നമ്മൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഒട്ടനവധി സൗകര്യങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടങ്ങളിൽ സർക്കാർ സ്കൂളുകളെല്ലാം ഏറ്റവും അറ്റൻഡൻസിന്റെ കാര്യത്തിൽ പുറകിലാണെങ്കിൽ പോലും പുതിയ വിദ്യാഭ്യാസ രീതിയിലുള്ള പ്രവർത്തനമായി തുടർന്ന് മുന്നോട്ട് വന്നപ്പോൾ ഇന്ന് സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ വന്നു കയറുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ചാത്തമംഗലം സ്കൂളിനെ സംബന്ധിച്ചോളം എക്കാലത്തും വളരെ മെച്ചമായ രീതിയിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സാഹചര്യമുള്ള സ്കൂൾ തന്നെയാണ് പണ്ട് മുതൽ. ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത കാരണം ഇവിടെ വരുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ഒരു കുടുംബത്തെ അംഗത്തെ പോലെ മുന്നോട്ട് പോകും. അല്പസ്വല്പം പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്ന് പറയാനിരിക്കാൻ കഴിയില്ല. പക്ഷെ മുൻകാലങ്ങളിൽ വളരെ മെച്ചമായ രീതിയിൽ നെന്മാറയിൽ തന്നെ ഏറ്റവും മെച്ചമായ രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ചാത്തമംഗലം സ്കൂൾ. SMC ചെയർമാൻ സുരേഷ് തളിപ്പാടം അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സംഗീത, അധ്യാപിക സന്തോഷി എന്നിവർ സംസാരിച്ചു. കളിപ്പാട്ടം മഴവിൽ കലാകായിക സമിതിയുടെ കലാപരിപാടികൾ നടന്നു. കുട്ടികൾക്കും മധുരം വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക സരോജിനി സ്വാഗതവും കൺവീനർ ബീനാഭായ് നന്ദിയും പറഞ്ഞു. UP വിദ്യാർത്ഥികളിലെ സാമൂഹ്യബോധം, അച്ചടക്കം, സേവന മനോഭാവം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 3 ദിവസങ്ങളായി നടന്ന ക്യാമ്പിൽ 5ാം ക്ലാസ്സിലെ 27 കുട്ടികൾ പങ്കെടുത്തു. പോഷകാഹാരം, ആരോഗ്യശീലം, റോഡ് സുരക്ഷ, ലഹരി വിപത്ത്, സോപ്പ് നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. UTV ന്യൂസ്, പാലക്കാട്.